ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസം ആണ്. ഇപ്പോൾ സമയം എന്ന് പറയണേ ആയിട്ട് കുറേ കാണിച്ചു തരാം. ഓക്കെ, 11 മണി അല്ല 11 അല്ല 12 ആവുന്നേ ഉള്ളൂ. 11:55 12 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ദിവസമാണ്. വെറുതെ ഇരിക്കല്ല, നമുക്ക് കുറേ പണികളുണ്ട്. ഫസ്റ്റത്തെ പണി ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ എന്താ പറയുക, വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ വീട്ടിൽ പണിയൊക്കെ ചെയ്യും. അതായത് അടിച്ചു വാരും, പിന്നെ വീട് വൃത്തിയാക്കിയിടും. അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ വീട്ടിൽ അച്ഛനെയും ആൻറ്റീനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ചെയ്യും. ആക്ച്വലി ഞാനും കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ അച്ഛനും ആൻറ്റിയും മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പം എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. ഞാൻ 5ൽ പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. പിന്നെ എനിക്ക് ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഞാനും അച്ഛനും ആൻറ്റിയാണ്. ഇപ്പം ഞാൻ തന്നെയാണുള്ളത്, കാരണം അവർ പണിക്ക് പോയതാണ്. പിന്നെ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു ഡേയിലെ പരിപാടി നോക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഗൈസ്. അത്രയും വൃത്തികെട്ടമായിട്ട് കിടക്കുകയാണ്. കാരണം ആക്ച്വലി ഇത് ഞാൻ ഈ റൂം ഒരു സ്റ്റോർ റൂം പോലെ ജസ്റ്റ് വെച്ചേക്കുവാണ്. അതായത് എൻ്റെ എല്ലാവിധ ആക്രി സാധനങ്ങളും ഉണ്ട്. വെക്കേഷൻ്റെ ടൈമിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. 1000 രൂപേൻ്റെ താഴെ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഈ സാധനം എല്ലാം ഇവിടെ ഉണ്ട്. പെൻഡ്രൈവ് ഒക്കെ അല്ലേ. പിന്നെ ഒരു ബോളുണ്ട്. ഇതെന്താ സംഭവം? ഇത് എന്തിൻ്റെ ബോൾ? എനിക്ക് തോന്നുന്നു ടെന്നീസ് ബോളാണോന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഇത് എന്ത് ബോളാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെനിക്കറിയത്തില്ല, ടെന്നീസ് ബോളാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാറ്റും. ഇതെനിക്ക് എൻ്റെ ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു ബാറ്റും ബോളും. ആക്ച്വലി ഇത് ഓക്കെ, ഈ സംഭവങ്ങൾ 2 ഞാൻ ഇങ്ങനത്തെ ബാറ്റും ബോളും എന്ന് വെച്ചാൽ കളിക്കലൊന്നും ഇല്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അധികം എൻ്റെ പ്രായമുള്ള പിള്ളേരൊന്നും ഇല്ല. ആക്ച്വലി എല്ലാവരും വലിയ ചേട്ടന്മാരൊക്കെയാണ്, ഡോക്ടേഴ്സൊക്കെ ആയി പോയ ആൾക്കാരും പിന്നെ ടീച്ചേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വീടിൻ്റെ അടുത്തുള്ളത്. അപ്പം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. അതായത് ഒറ്റ വീഡിയോ ആയിട്ടല്ല, കട്ട് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വൃത്തിയാക്കണം. അപ്പം ഞാൻ എൻ്റെ മേശ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഭയങ്കര അലങ്കോലമൊന്നുമല്ല കേട്ടോ ഗൈസ്, എന്നാലും എനിക്ക് കുറച്ച് വൃത്തികേടായിട്ടാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അടുക്കി പെറുക്കി തന്നെയാണല്ലോ വെച്ചേക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ കട്ടിൽ നോക്കൂ ഗൈസ്. ആക്ച്വലി ഇത് ഞാൻ കിടക്കുന്ന റൂമല്ല, ബട്ട് എൻ്റെ ബുക്സ് ബാഗ് ആയിട്ടെല്ലാം വെച്ചേക്കുന്നതാണ്. കുറേ പേപ്പറുകൾ കുറേ ഉണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് അടുപ്പിൽ കൊണ്ടുപോയിടണം കത്തിക്കാനുള്ളതായിട്ട്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഫസ്റ്റത്തെ നമ്മുടെ ടാസ്ക് ഈ റൂം വൃത്തിയാക്കുവാണ്. അപ്പോൾ അതൊന്ന് ചെയ്യണം. നിങ്ങൾക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതെന്ന്, അതുകൊണ്ട് വെളിച്ചം കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ട് വീഡിയോ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. നമുക്ക് ചെയ്യാം. ഞാനിതൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വീഡിയോ കൊടുക്കുന്നത്. എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലല്ല ഫോൺ, ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, ക്യാമറയൊക്കെ വളരെ ക്ലാരിറ്റി കുറവാണ്, പരിതാപകരമാണ്. ഫസ്റ്റിന് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിത് ഒക്കെ ഒന്ന് നിങ്ങൾക്കൊരു കാര്യം ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു. ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് ഇവിടെ നിന്ന് മാറ്റാം. ഇതൊക്കെ ഒന്ന് എടുത്ത് കളയാം, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ്. കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഇതെല്ലാം ഞാൻ എടുക്കുവാണ് ഗൈസ്. ഇത് നമ്മുടെ പെൻ സ്റ്റാൻഡ്. ഇവിടുന്ന് നമുക്ക് ഈ DVD ഒക്കെ ഒന്ന് മാറ്റാം. DVD. അപ്പം ഞാനിതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം റൂം. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന്
നമ്മളെല്ലാം അടുക്കി പെറുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂമൊക്കെ അങ്ങനെ സെറ്റായി. ഇനി നിങ്ങൾ നേരത്തെ കണ്ട കട്ടിൽ കാണാൻ പോവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, റെഡി. 1 2 3. കണ്ടോ, നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള സാധനമൊക്കെ നമ്മൾ അടുക്കി പെറുക്കി സെറ്റാട്ടോ.